നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം ശരവൺ മഹേശ്വർ. കൃഷ്ണശിലയായി എന്ന എൻ്റെ പ്രോഗ്രാമിലെ 23ാമത്തെ എപ്പിസോഡാണ്. മലയാളത്തിൻ്റെ പ്രശസ്ത നടൻ പത്മശ്രീ തിലകനെ കുറിച്ചിട്ടാണ് ഞാൻ ഇപ്പോൾ നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നത്. കണ്ടുമുട്ടിയിട്ട് എത്രയോ വർഷങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. ഒരു 10-15 ദിവസത്തോളം മഞ്ചേരി കോവിലകത്ത് വെച്ചാണ് അദ്ദേഹവുമായി പരിചയപ്പെടാനും അടുത്ത് ഇടപഴകാനും എനിക്ക് സാധിച്ചത്. ജ്ഞാനപീഠ ജേതാവായ ശ്രീ MTയുടെ തിരക്കഥയിൽ രൂപം കൊണ്ട ഋതുഭേദം എന്ന സിനിമയുടെ സെറ്റിൽ വെച്ചിട്ടാണ് ഞാൻ അദ്ദേഹത്തെ കാണുകയും സംസാരിക്കുകയും ചെറിയ സൗന്ദര്യ പിണക്കങ്ങൾ ഉണ്ടാവുകയും പിന്നെ അത് വലിയ സ്നേഹബന്ധമായി തീരുകയും ചെയ്ത ഒരു അനുഭവമാണ് ഞാൻ നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നത്. മലയാളം കണ്ട, ഇന്ത്യ കണ്ട നല്ല നടന്മാരിൽ ഒരാൾ, സംശയലേശമന്യേ നമുക്ക് പറയാൻ സാധിക്കും. തന്നെ ഏൽപ്പിക്കുന്ന ഓരോ കഥാപാത്രത്തിനും ഒരു പൊതുജീവൻ നൽകിയ ഒരു വലിയ കലാകാരൻ, ഒരു അഭിനയ കളരി എന്ന് വേണമെങ്കിൽ അദ്ദേഹത്തെക്കുറിച്ച് പറയാം. ഞാൻ കാണാനുണ്ടായ സന്ദർഭം ശ്രീ MTയുടെ റെക്കമെൻഡേഷൻ മുഖാന്തരമാണ്. അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞ അവസരത്തിൽ ഞാൻ അതേക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിലും അതിൻ്റെ ചില ഏടുകൾ, ചില കാര്യങ്ങൾ സൂചിപ്പിക്കാതെ ഇതിലേക്ക് വരാൻ കഴിയില്ല. എൻ്റെ ശങ്കജം എന്നുള്ള നോവലിന് ഒരു ആമുഖം എഴുതാൻ വേണ്ടിയിട്ടാണ് ഞാൻ ശ്രീ MTയെ പോയി കാണുന്നത്. അങ്ങനെ സംസാരമധ്യേ അദ്ദേഹത്തോട് അഭിനയത്തിൻ്റെ കാര്യം പറഞ്ഞു. എൻ്റെ മുഖവും അത്ര മോശമൊന്നുമല്ല, സാറിൻ്റെ ഈ പ്രൊജക്റ്റിൽ എന്നെക്കൊണ്ട് ഉൾപ്പെടുത്തിയാൽ കൊള്ളാം എന്ന് പറഞ്ഞു. ചിരിച്ചിട്ട് എന്നെ നോക്കി ചിരിച്ചു. കോഴിക്കോട്ടെ പാരമൗണ്ട് ലോഡ്ജിലെ 2ാം ഫ്ലോറിലുള്ള ആ റൂമിൽ ഇരുന്ന് അദ്ദേഹം തിരക്കഥ എഴുതുമ്പോൾ തൊട്ടടുത്ത റൂമിൽ പ്രൊഡ്യൂസർ ശ്രീ BBK മേനോനും സംവിധായകൻ പ്രതാപപോത്തനും ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ നിർബന്ധിച്ച് പറഞ്ഞിട്ടും അതിനൊരു ആമുഖം എഴുതി കിട്ടിയില്ല. വളരെ വിനയാന്വിതനായി പറഞ്ഞു, ഞാൻ ഈ തിരക്കഥയുടെ പുറകിലാണ് ശ്രവൺ, എന്നെ മനസ്സിലാക്കുമല്ലോ. അങ്ങനെ ഞാൻ ഇറങ്ങാൻ നേരം ശ്രീ പ്രതാപപോത്തനെ റൂമിലോട്ട് വിളിച്ചു വരുത്തുകയും ആ ബാംഗ്ലൂർ ഫാമിലിയിൽ ഇയാളെ കൂടി നമുക്ക് ഉൾപ്പെടുത്തിയാൽ എന്താ എന്നിങ്ങനെ ചോദിക്കുകയും എന്നെ ആപാത ചൂടം ഒന്ന് നോക്കിയ ശേഷം ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല, ഒരു നിരസമാണ് ആ മുഖത്ത് തെളിഞ്ഞത് എന്ന് തോന്നി. ആ എന്നൊന്ന് മൂളി അദ്ദേഹം അവിടെ തന്നെ ചാരി നിന്നു ചുമലിൽ. ഞാൻ കാര്യവും പറഞ്ഞ് ശരി സാർ ഞാൻ ഇറങ്ങുന്നു, തിരക്കഥ നടക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഞാൻ നാട്ടിലേക്ക് മടങ്ങിയാണ് കോഴിക്കോട്ട് നിന്നും. അത് കഴിഞ്ഞ് എത്രയോ ദിവസം കഴിഞ്ഞപ്പോഴാണ് ശ്രീ MTയുടെ ഒരു കത്ത് വരുന്നു. ശരവണൻ മഞ്ചേരിയിലെത്തുക, അതിൽ കുറച്ച് സീനുകൾ അഭിനയിക്കാം. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ക്ഷണപ്രകാരമാണ് ഞാൻ അവിടെ പോകുന്നതും അദ്ദേഹത്തിൻ്റെ ആൾ എന്നുള്ള നിലയിൽ മഞ്ചേരിയിൽ ഒരു ഷൂട്ടിങ്ങിന് വേണ്ടി എടുത്ത ഒരു ലോഡ്ജിൽ ഒരു മുറി എനിക്ക് അലോട്ട് ചെയ്ത് തരികയും ചെയ്തു. അങ്ങനെ ഞാൻ താമസിക്കുന്ന അവസരത്തിലാണ് ഞാൻ ഋതുഭേദം സിനിമ സെറ്റിലേക്ക് മഞ്ചേരി കോവിലകത്തേക്ക് ഞാൻ ചെല്ലുന്നത്. അത് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു സിനിമ കളരി തന്നെയായിരുന്നു. ഒരു സിനിമ എങ്ങനെ ചെയ്യണം, എങ്ങനെയാണ് ഷോട്ടുകൾ ഡിവൈഡ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് അഭിനേതാക്കളുടെ വരവ്, അവരുടെ സംഭാഷണം എങ്ങനെ പറഞ്ഞു കൊടുക്കുന്നത്, എങ്ങനെയാണ് അങ്ങനെ സിനിമയുടെ
ഒരു ഒത്ത രൂപം അല്ലെങ്കിൽ സിനിമയുടെ ഒരു ഒത്ത ഭാഷ്യം ഒരു സിനിമ സംവിധാനം ചെയ്യാം എന്ന് മനസ്സിന് തോന്നിയ ഒരു നിമിഷവും അതേക്കുറിച്ച് വളരെ ഗഹനമായി പഠിക്കാൻ കിട്ടിയൊരു വലിയൊരു അവസരമായിരുന്നു ആ ചിത്രത്തിൻ്റെ ചിത്രീകരണം. അതിന് സഹായമായതും ശ്രീ MT ആണ്. ആ അനുഭവങ്ങളെല്ലാം കോർത്തിണക്കി അന്ന് കണ്ടതും എല്ലാം ചേർത്ത് 30 വർഷങ്ങൾക്ക് ശേഷം ഞാൻ എഴുതിയൊരു പുസ്തകമാണ് ശാന്തമീ സാഗരം. Sarvavit.net പബ്ലിഷ് ചെയ്ത ഈ പുസ്തകത്തിൽ അന്നത്തെ എൻ്റെ ഓർമ്മയിലുള്ള കാര്യങ്ങളെല്ലാം ഞാൻ ഇതിൽ കുറിച്ചിട്ടുണ്ട്. ആമസോണിലും ഫ്ലിപ്കാർട്ടിലും ഒക്കെ കിട്ടുന്ന ഈ പുസ്തകങ്ങൾ ലോകത്ത് ആര് വാങ്ങിച്ചിരുന്നാലും അവരെ പറ്റിയിട്ടുള്ള വിശദാംശം നമുക്കറിയാൻ കഴിയും. സന്തോഷമെന്ന് പറയട്ടെ, ഈ ശാന്തമീ സാഗരത്തിൻ്റെ ആദ്യ കോപ്പി വാങ്ങിയത് ഈ ചിത്രത്തിൻ്റെ സംവിധായകനായ പ്രതാപപുത്രനായിരുന്നു. അതും ആമസോൺ വഴി. ഇത്രയും ഞാനിവിടെ സൂചിപ്പിച്ച് ആ ചിത്രത്തിൻ്റെ സെറ്റിൽ കണ്ട ഒരുപാട് പേരാണ്. ബാലചന്ദ്രൻ മേനോൻ, നെടുമുടി വേണു, ഗീത, മോനിഷ, അങ്ങനെ പറഞ്ഞാൽ തീരില്ല, എണ്ണിയാൽ തീരാത്ത നടന്മാരും നടികളും കൊണ്ട് നിറഞ്ഞ ആ ചിത്രത്തിൽ പ്രധാന വേഷങ്ങളിൽ ഒന്ന് ചെയ്യുന്നത് ശ്രീ തിലകനാണ്. അപ്പോൾ ആദ്യ ദിവസം മുതൽ ഞാൻ അവിടെ ചെല്ലും, അവിടുത്തെ സെറ്റിലെ കാര്യങ്ങളെല്ലാം കാണും, ഷൂട്ടിങ്ങും ആർട്ടിസ്റ്റുകളുടെ സംഭാഷണങ്ങളും ഒക്കെ മനസ്സിലാക്കും. അങ്ങനെ ദിവസങ്ങൾ പലത് കടന്നുപോയി. ഒരു ദിവസം ഉച്ചയ്ക്ക് ഊണെല്ലാം കഴിഞ്ഞ് എല്ലാവരും സെറ്റിൽ മയങ്ങിയാണ്. ഓരോ കസേരകളിൽ മയങ്ങുമ്പോൾ ഇവിടെ ഡേ ഫോർ നൈറ്റ് എഫക്റ്റ് എടുക്കാൻ വേണ്ടി തറയെല്ലാം വെള്ളം മുഴുവൻ തളിച്ച് അതെല്ലാം ലെവലാക്കി ക്യാമറയെല്ലാം സെറ്റപ്പ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നടന്മാരും നടികളും എല്ലാം ആലസ്യത്തിലാണ്. അപ്പോൾ ഒരു വശത്ത് വെളിയിൽ ആ കോവിലകത്തിൻ്റെ വെളിയിൽ ബൃഹത്തായിട്ടുള്ളൊരു 100 മുറികളുള്ളൊരു വലിയൊരു കെട്ടിട സമുച്ചയമാണത്. അതിൻ്റെ മുന്നിൽ ശ്രീ തിലകനിരുന്ന് സംഭാഷണങ്ങൾ വായിച്ച് പഠിക്കുകയാണ് ഉച്ചയ്ക്ക് ശേഷമുള്ള സീൻസിന് വേണ്ടി. അപ്പോൾ അവിടമെല്ലാം ചുറ്റും നടന്ന് കണ്ട് ക്യാമറാമാൻ്റെ കൂടെയും ക്യാമറ ഫിക്സ് ചെയ്യുന്നതിൻ്റെ കൂടെയും ട്രോളി ഫിക്സ് ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിലുമൊക്കെ സജീവമായി ഞാൻ അതിൻ്റെ പിന്നണിയിൽ പുറകിൽ ആർക്കും ഒരു ബുദ്ധിമുട്ട് ഉണ്ടാവാതെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഇതിൻ്റെ പുറകിലൊക്കെ നടക്കുന്ന കാണുമ്പോൾ പലപ്പോഴും എന്നെ നോക്കും, ചിരിക്കും. സംസാരിച്ചിട്ടില്ല, 2 ദിവസം കഴിഞ്ഞതേ ഉള്ളൂ. 3-ാമത്തെയോ 4-ാമത്തെ ദിവസമാണ് ഇതിങ്ങനെയൊന്ന് സംഭവിക്കുന്നത്. പല ആവർത്തി സംഭാഷണം പറയുന്നു, പിന്നെയും ഓർത്തെടുക്കുന്നു, പിന്നെയും പറയുന്നു. അങ്ങനെ എല്ലാവരും ഉച്ചയുറക്കത്തിൻ്റെ ആലസ്യത്തിൽ ഇരിക്കുമ്പോൾ ശ്രീ തിലകൻ ചേട്ടൻ മാത്രം അങ്ങനെ ഇരുന്ന് സംഭാഷണം ഉരുവിടുകയാണ്. അപ്പോൾ ഞാനങ്ങോട്ട് നടന്ന് അടുത്ത് ചെന്നു. ജീൻസ് പാൻറ്റും ടീഷർട്ടും ഒക്കെ ധരിച്ച് സുമുഖനായി അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെന്നിട്ട് ഞാൻ പറഞ്ഞു, ചേട്ടാ ഒരു കാര്യം പറയണം. എന്താ? ഞാൻ പറഞ്ഞു, ഇപ്പോഴും ഗൗരവത്തിലാണല്ലോ, ഒരു കാര്യം പറയണമെന്ന് പറഞ്ഞപ്പോൾ. അല്ല പിന്നെ എങ്ങനെ ഞാൻ പറയണം എന്ന് ചോദിച്ചു. ഞാൻ ചിരിച്ചു. താൻ ആരാ? ഞാൻ പറഞ്ഞു, ഞാനൊരു മനുഷ്യൻ. ഓ അത്രയേ ഉള്ളൂ. ശരി. ഞാനേ ഡയലോഗ്സ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞു, മനസ്സിലായി, ഒരു കാര്യം പറയാനായിട്ടാണ്. എന്താണാവോ? ചേട്ടന് ഈ ചിത്രത്തിൽ ഒരു ദേശീയ അവാർഡ് കിട്ടും. തീർച്ചയാണ്. ഉടനെ തന്നെ അതിൻ്റെ റിയാക്ഷൻ, എന്നെ ജഡ്ജ് ചെയ്യാൻ തക്ക രീതിയിൽ താൻ വളർന്നോ എന്ന് ചോദിച്ചു. അപ്പോൾ എന്നിലെ രക്തധമനികൾ ഉണർന്നു. ഞാൻ ഉടനെ തന്നെ തിരിച്ചു മറുപടി പറഞ്ഞു, എന്താ ഞാൻ ജഡ്ജ് ചെയ്താൽ ശരിയാവില്ലേ എന്ന് ചോദിച്ചു. ഈ ചിത്രത്തിന് ചേട്ടനൊരു ദേശീയ അവാർഡ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ എൻ്റെ ഒരു വശത്തെ മീശ എടുത്ത് തരാമെന്ന് പറഞ്ഞു. എനിക്ക് ജഡ്ജ് ചെയ്യാൻ കഴിയും, എനിക്ക് കപ്പാസിറ്റി ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എന്നെ ഒന്ന് ആപാത ചൂടൊന്ന് നോക്കി. എന്ത് അടിസ്ഥാനത്തിലാണ് പറഞ്ഞത്?
അത് ചേട്ടൻ ഒരു കഥാപാത്രത്തെ ഉൾക്കൊള്ളുന്നതും ചേട്ടൻ അതിനുവേണ്ടി ആ ഡയലോഗുകൾ ഇത്ര സൂക്ഷ്മമായി പഠിക്കുകയും നിരീക്ഷിക്കുകയും അതിൻ്റെ പല ഭാവങ്ങൾ സ്വയം അഭിനയിച്ച് നോക്കുകയൊക്കെ ചെയ്യുമ്പോൾ അർപ്പണബോധമുള്ള ഒരു നടൻ എന്നാണ് എനിക്ക് തോന്നിയെന്ന് പറഞ്ഞു. വേറെ ഒന്നും തോന്നിയില്ല. നമ്മൾ തോന്നിയതെല്ലാം പറയാൻ പറ്റുമോ എന്ന് ചോദിച്ചു. താൻ എന്താ ചെയ്യണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ചെറിയ എഴുത്തുകാരനാണ്. ഇതിലെന്ത് ചെയ്യുന്നു, ഈ പ്രൊജക്റ്റിൽ ഈ ഫിലിമിൽ എന്ത് ചെയ്യുന്നു? ഞാൻ പറഞ്ഞു ഒരു സീനോ മറ്റോ തല കാണിക്കാനുണ്ട്. ഒരു സീനിൽ തല കാണിക്കുന്ന താനാണ് എന്നെ ജഡ്ജ് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞു ചേട്ടാ ആ വിധ ചിന്തകൾ വേണ്ട. എല്ലാവർക്കും എല്ലാവരെയും ജഡ്ജ് ചെയ്യാനുള്ള കഴിവ് ഈശ്വരൻ കൊടുത്തിട്ടുണ്ട്. എനിക്ക് തോന്നിയ അഭിപ്രായം ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞു. എന്നെ ജഡ്ജ് ചെയ്യാൻ തക്ക രീതിയിൽ താൻ വളർന്നു ചോദിച്ചു. ഞാൻ പറഞ്ഞു ചിലപ്പം നിങ്ങളെക്കാട്ടിലും കുറച്ച് കൂടുതൽ ഞാൻ വളർന്നിട്ടുണ്ടാവുമെങ്കിലോ. അങ്ങനെ സംസാരം ഞങ്ങൾ ഇങ്ങനെ നീണ്ടു പോവുകയാണ്. അപ്പോഴേ എല്ലാവരും ഉണർന്നു കഴിയുമ്പോൾ അടുത്ത ഷൂട്ടുണ്ട്. അപ്പോൾ എൻ്റെയും തിലകൻ ചേട്ടൻ്റെയും ഈ സംഭാഷണങ്ങൾ നടക്കുമ്പോൾ ശ്രീ MTയും പ്രതാപപുത്രനും അകത്തെ മുറിയിലിരുന്ന് ഉച്ചത്തേക്കുള്ള ഷൂട്ടിങ്ങിൻ്റെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുകയാണ്. അപ്പോൾ അദ്ദേഹം MTയുടെ ഒരു പ്രത്യേകത എനിക്ക് അനുഭവപ്പെട്ടിട്ടുള്ളത്, അധികം ചിരിച്ച് ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ എപ്പോഴും ചുണ്ടിൽ ബീഡിയുടെ ഒരു തീജ്വാല എപ്പോഴും കാണാം. നമ്മൾ 100 വാക്ക് പറയുമ്പോൾ അദ്ദേഹം 10 വാക്കേ പറയുള്ളൂ. അദ്ദേഹം അവിടെ നിന്നും മുണ്ടും മടക്കി കൊടുത്ത് പതുക്കെ മുന്നിലോട്ട് വന്നു. അവിടെ ആരുമില്ല. ഞാനും തിലകൻ ചേട്ടനും പിന്നെ ട്രാക്ക് ആൻഡ് ട്രോളി ഫിക്സ് ചെയ്യുന്ന കുറച്ച് ടെക്നീഷ്യൻസ്മാരും അതിൻ്റെ ക്യാമറാമാനും മാത്രമേ ഉള്ളൂ. അപ്പോൾ ക്യാമറാമാൻ ഒരു കുളത്തിനകത്ത്, അവിടുത്തെ ഒരു വലിയൊരു കുളമുണ്ട്, ആ കുളത്തിൽ നിന്നും ഗീത കുളിച്ച് കയറി വരുന്നൊരു സീൻ ഷൂട്ട് ചെയ്യാനായിട്ടുള്ള അറേഞ്ച്മെൻറ്റ്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. MT ആ പടികളിറങ്ങി ഭൂമുഖത്ത് എത്തി. അപ്പോഴത്തേക്ക് തിലകൻ ചേട്ടൻ അവിടുന്ന് എഴുന്നേറ്റു. താഴെ ഇരിക്കുകയായിരുന്നു, അവിടുന്ന് എഴുന്നേറ്റു. തിലകൻ ചേട്ടനോടായി ചോദിച്ചു, എന്താ തിലകൻ ഇദ്ദേഹവുമായിട്ടൊരു വാഗ്വാദം കേട്ടു. അപ്പോൾ വളരെ വിനയാന്വിതനായി ശ്രീ തിലകൻ പറഞ്ഞു, സർ ഈ പടത്തിൽ എനിക്ക് ദേശീയ അവാർഡ് കിട്ടുമെന്നൊക്കെ ഇദ്ദേഹം വെച്ച് കീറുകയാണ് എന്ന് പറഞ്ഞപ്പോൾ MT ഒന്ന് ചിരിച്ചിട്ട് എന്നെ ഒന്ന് നോക്കി. അപ്പോൾ ഞാൻ മറുപടിയായിട്ട് പറഞ്ഞു, ഒരാളിനെ ജഡ്ജ് ചെയ്യാൻ അദ്ദേഹത്തിൻ്റെ ആക്ടിങ് മാനറിസം നോക്കിയാൽ മതി. ഞാൻ നടനൊന്നുമല്ല, എങ്കിലും നമുക്കത് ഒബ്സർവ് ചെയ്യാൻ കഴിയുമല്ലോ സാർ എന്ന് ഞാൻ പറഞ്ഞ് ചിരിച്ചപ്പോൾ അദ്ദേഹം എനിക്ക് തന്നൊരു റിവാർഡും അദ്ദേഹത്തിൻ്റെ ആ പുച്ഛഭാവത്തിലുള്ള ഒരു കൊട്ടും കൂടെയായി. പക്ഷെ തിലകൻ ഇദ്ദേഹം വലിയൊരു എഴുത്തുകാരനാണ്. ഞാനാണ് ഈ പടത്തിൽ അഭിനയിക്കാൻ ഒരു ചാൻസ് കൊടുക്കാമെന്ന് പറഞ്ഞ് ഇദ്ദേഹത്തിനെ വിളിച്ച് ഒരുപാട് സൃഷ്ടികൾ ഇയാൾ എഴുതിയിട്ടുണ്ട്. വലിയൊരു എഴുത്തുകാരനാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ആവശ്യം എന്നോട് പറയുകയും ഞാൻ അദ്ദേഹത്തെ ഈ ചിത്രത്തിലേക്ക് വിളിക്കുകയും ചെയ്തതാണ്. അതോടൊപ്പം തന്നെ വേറൊരു സവിശേഷത കൂടെ ഉണ്ട്. ഈ സെറ്റിൽ വന്നിട്ട് ഇന്നേ വരെ പ്രൊഡക്ഷൻ്റെ ഒരു ഫുഡ് പോലും ഒരു ചായ പോലും കുടിക്കാത്തൊരു വ്യക്തി കൂടിയാണ് കേട്ടോ. ചില പോളിസികളൊക്കെ ഉള്ള ഒരാളാണ് എന്ന് പറഞ്ഞപ്പോൾ VBK മേനോൻ പ്രൊഡ്യൂസർ താഴെ ഇറങ്ങി വന്നു. എന്താ സർ എന്ന് ചോദിച്ചപ്പോൾ ഒന്നുമില്ല, ഞങ്ങളിങ്ങനെ ഓരോ കാര്യങ്ങൾ സംസാരിക്കുന്നു. അപ്പോൾ തിലകൻ സ്വയം ഒന്ന് ചുരുങ്ങിയതുപോലെ തോന്നിയിട്ട് MTയോട് പറഞ്ഞു, സോറി സാറേ എനിക്കറിയില്ല. പുള്ളി ഇങ്ങനെ പറഞ്ഞപ്പോൾ ഒരു ദേശീയ അവാർഡൊക്കെ എനിക്ക് ഈ ചിത്രത്തിൽ കിട്ടും എന്ന് പറഞ്ഞപ്പോൾ ഒരു കൊച്ചു പയ്യനല്ലേ, ആ കൊച്ചു പയ്യന് എൻ്റെ അഭിനയ ചാരുത അല്ലെ എൻ്റെ അഭിനയ മികവ് അല്ലെങ്കിൽ എൻ്റെ ഇത്രയും കാലത്തെ സിനിമയും നാടകമൊക്കെ ആയിട്ടുള്ള ബന്ധത്തിനിടയിൽ ആരും എന്നോട് ഇങ്ങനെ പറഞ്ഞിട്ടില്ല. എന്തായാലും ഒരു ചിരി ചിരിച്ചു. ആ ചിരിയിൽ എല്ലാം നിറഞ്ഞിരുന്നു. തെറ്റും കുറ്റബോധവും സന്തോഷവും എല്ലാം നിറഞ്ഞിരുന്നു. അങ്ങനെ MT പറഞ്ഞു, വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ? ഇല്ല സാർ,
എന്ന് ഞാനിങ്ങനെ പറഞ്ഞു. അദ്ദേഹവും ബി കെ മേനോനും കൂടി അകത്തെ ഹാളിലേക്ക് കടന്നുപോയി. ഉച്ചസമയത്ത് അവിടെ വെച്ചിട്ടാണ് കുറേ സീൻസ് ഷൂട്ട് ചെയ്യുന്നത്. അവിടെ പറയാനുള്ള ഡയലോഗാണ് തിലകൻ പഠിച്ചുകൊണ്ടിരുന്നത്. അവർ പോയി കഴിഞ്ഞ് ഞാനും അദ്ദേഹത്തിൻ്റെ അടുത്ത് നിൽക്കാതെ അവിടെ ഒരു മാവിൽ ഇതിനെ പൂമുഖത്തെ മാവിൽ വലിയൊരു ഊഞ്ഞാലിട്ടിട്ടുണ്ട്. ആ ഭാഗത്തേക്ക് നടന്നപ്പോൾ ഡോ ഇനി വാടോ, അങ്ങനെ അങ്ങ് പോകാതെ എന്ന് പറഞ്ഞ് തിരിച്ചു വിളിച്ചു. അപ്പോഴത്തേക്ക് എൻ്റെ മുഖം വിടർന്ന് പരിലസിച്ചു. എന്നിട്ട് എന്നെ നോക്കി പറഞ്ഞു, ശരിയാണ്, എൻ്റെ ഭാഗത്തു നിന്ന് നോക്കുമ്പോൾ താനൊരു കൊച്ചു പയ്യൻ, അപ്പോൾ തനിക്ക് എന്നെ ജഡ്ജ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു അഹംബോധം എനിക്ക് പെട്ടെന്നുണ്ടായി. MT പറഞ്ഞപ്പോഴാണ് അറിഞ്ഞത് താനും ഒരു എഴുത്തുകാരനൊക്കെ ആണെന്നുള്ളത്. ക്ഷമയൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷേ ഒരു വല്ലായ്മ തോന്നി കേട്ടോ എന്ന് പറഞ്ഞു. ഉടനെ ഞാൻ തിരികെ ചേട്ടനോട് പറഞ്ഞു, ആ വല്ലായ്മ നല്ലതാണ്. എവിടെയും നമ്മൾ ഉയർന്നു നിൽക്കുന്നു എന്ന് ചിന്തിക്കുമ്പോൾ അവിടെ ഒരു കൊട്ട് കിട്ടുമ്പോൾ നമ്മളൊന്ന് താഴും. എല്ലാവർക്കും എല്ലാവരെയും വീക്ഷിക്കാനും അവരുടെ കഴിവുകളെ പ്രോജ്വലിപ്പിക്കാനും ഇകഴ്ത്തിക്കെട്ടുവാനും ഉയർത്തിക്കാട്ടുവാനും ഒക്കെ കഴിയും. പക്ഷേ ഇത്രയും പേർ വർക്ക് ചെയ്യുന്ന ഇതിൽ തിലകൻ ചേട്ടൻ മാത്രം ഒരു ലെങ്തി ആയിട്ടുള്ള ഡയലോഗ് 4-5 പ്രാവശ്യം മനസ്സിലിട്ട് ഉരുവിട്ട് അതിൻ്റെ വിവിധ ഭാവങ്ങളെല്ലാം കാണിക്കുമ്പോൾ ഞാനാകെ 3-4 ദിവസമേ ആയുള്ളൂ. ഓരോ സീനിൻ്റെയും പെർഫെക്ഷന് വേണ്ടിയിട്ട് ചേട്ടൻ എടുക്കുന്ന ആ എഫേർട്ട്, അതുകൊണ്ട് എൻ്റെ മനസ്സിൽ തോന്നിയതാണ്. അപ്പം ഞാൻ പറഞ്ഞു, എന്തായാലും ഇത്രയും നമ്മൾ സംസാരിച്ചില്ലേ, ചേട്ടൻ്റെ ഫോൺ നമ്പർ എനിക്കും തരൂ. എൻ്റെ ഫോൺ നമ്പർ ഞാൻ കുറിച്ചു കൊടുത്തു. അത് വാങ്ങിച്ച് എവിടെ കളഞ്ഞോ സൂക്ഷിച്ചോ എന്നറിയില്ല, മുണ്ടിൻ്റെ ഒരു ഭാഗത്ത് തിരി. എന്നിട്ട് തിലകൻ ചേട്ടൻ്റെ നമ്പറും തന്നു. എന്നെ എപ്പോഴും വിളിച്ച് ശല്യമൊന്നും ചെയ്യരുതെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ശല്യം ചെയ്യാൻ ഞാൻ പുതിയ പ്രോജക്റ്റും പുതിയ സിനിമയൊന്നും ചെയ്യുന്നില്ലല്ലോ, ശല്യം ചെയ്യാൻ. ചേട്ടന് ഇഷ്ടമുണ്ടെങ്കിൽ തന്നാൽ മതി നമ്പർ എന്ന് പറഞ്ഞു. നീ കുറിച്ചെടുത്തോ, ഞാൻ പറഞ്ഞുതരാം എന്ന് പറഞ്ഞൊരു നമ്പർ തന്നു. കാലങ്ങൾ കഴിഞ്ഞു. ദേശീയ അവാർഡ് പ്രഖ്യാപിച്ചപ്പോൾ മികച്ച സഹനടനുള്ള ദേശീയ അവാർഡ് ശ്രീ തിലകൻ ചേട്ടന് കിട്ടി, ഹൃദയപഥ എന്ന ചിത്രത്തിലൂടെ. അത് കിട്ടിയ ആ സന്തോഷത്തിൽ 2-3 തവണ തന്ന നമ്പറിൽ വിളിച്ചിട്ടും റിപ്ലൈ കിട്ടിയില്ല. ഔട്ട് ഓഫ് സ്റ്റേഷൻ എന്നാണ് പറഞ്ഞത്. അതിനുശേഷവും 10-12 ദിവസം ഞാനിവിടെ ഉണ്ടായിരുന്നു. പിന്നീട് വലിയ സ്നേഹവും, റൂമിൽ ഞാൻ താമസിക്കുന്ന റൂമിൻ്റെ 3ാമത്തെ റൂമിലാണ് അദ്ദേഹവും താമസിച്ചിരുന്നത്. അന്ന് സോമൻ ചേട്ടനും ഒരുപാട് നടന്മാർ ആ ഒരു വലിയ ബിൽഡിംഗ് മൊത്തം എടുത്തിട്ടാണ് അതിനകത്ത് എല്ലാ ആർട്ടിസ്റ്റും താമസിക്കാൻ, ടെക്നീഷ്യൻസും ആർട്ടിസ്റ്റും നടന്മാരും നടികളും ഒക്കെ വെവ്വേറെ റൂമുകളിൽ താമസിക്കുകയാണ്. തലേ ദിവസം കഴിഞ്ഞ് വീണ്ടും വന്നു, കണ്ടു. ഷൂട്ട് കഴിഞ്ഞ് അവിടെ അടുത്ത ഭാഗം ഷൂട്ട് ചെയ്യുന്നതിന് മുമ്പ് നോക്കുമ്പോൾ ക്ലൈമാക്സിലൊക്കെ ഇദ്ദേഹത്തിന് വലിയ സീൻസാണ്. അപ്പോൾ എല്ലാം നോക്കുമ്പോഴും ഇടക്കണ്ണിട്ട് ഇങ്ങനെ നോക്കും ഞാൻ ഏത് ഭാഗത്തുണ്ട്. അപ്പോൾ സെറ്റുകളിൽ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാവാതെ ദൂരെ എവിടെയെങ്കിലും ചെന്നിരിക്കലാണ് എൻ്റെ പതിവ്. നമുക്കൊന്ന് മനസ്സിലാക്കാനും പഠിക്കാനും അതിനിടയിൽ കയറി നിൽക്കണമെന്നില്ല. നമ്മുടെ സെൻസും നമ്മുടെ ചിന്തയും നമ്മുടെ അനുഭവങ്ങളും മറ്റുള്ളവരുടെ പ്രവൃത്തികളുമൊക്കെ നമ്മൾ നേരിൽ കണ്ട് പഠിക്കുകയാണ്. ക്യാമറ എവിടെ വയ്ക്കണം, ഏത് ലെൻസ് ഉപയോഗിക്കണം, ഏത് ഫിൽറ്റർ ഇട്ടാൽ അതിന് കൂടുതൽ ഇമ്പാക്റ്റ് ഉണ്ടാവും, എങ്ങനെയാണ് ക്ലോസ് ഷോട്ട്, എങ്ങനെയാണ് മിഡ് ഷോട്ട്, എങ്ങനെയാണ് സൂമിങ്ങും, അങ്ങനെ സൂം ലെൻസ് എപ്പോഴാണ് ഉപയോഗിക്കുക, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ടെക്നിക്കലി ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാനും ആ ചിത്രം കൊണ്ട് എനിക്ക് കഴിഞ്ഞു. ഞാൻ ഒരു ചിത്രം സംവിധാനം ചെയ്യണം എന്ന് ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അതിന് കാരണഭൂതൻ ശ്രീ MT ആണ്. സംശയലേശമന്യേ പറയാം. ആകെ ഒരേ ഒരു സീൻ, ആ ഒരു സീനിൽ അഭിനയിക്കാൻ വേണ്ടിയിട്ടാണ് MT എന്നുള്ള മഹാനായ സാഹിത്യകാരൻ എനിക്ക് ഒരു കത്തെഴുതുന്നതും അതെൻ്റെ ഈ പുസ്തകത്തിൽ ചേർത്തിട്ടുണ്ട്.
അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ അവിടെ വന്ന് 10-15 ദിവസം താമസിക്കുന്നു, സിനിമ പഠിക്കുന്നതുമില്ല. പക്ഷേ ഷൂട്ടിംഗ് എല്ലാം കഴിഞ്ഞ് ക്ലൈമാക്സ് സീനൊക്കെ എടുത്ത് പോകാൻ സമയത്ത് എല്ലാവരെയും കണ്ട് ചിരിച്ചു. എല്ലാവരും അവരുടെ കാറുകളിൽ കയറി അടുത്ത ലൊക്കേഷനും കാര്യങ്ങളുമായിട്ട് ഓരോരുത്തർ പോകുന്നു. ഞാൻ പോകാൻ സമയം തിലകൻ ചേട്ടനോട് ഒന്ന് പറഞ്ഞു, തിലകൻ ചേട്ടാ, ഞാൻ എന്തായാലും പോകും, ഇനി നമ്മൾ എന്ന് കാണും എന്നൊന്നും പറയാവതല്ല. എങ്കിലും അവാർഡ് കിട്ടിക്കഴിയുമ്പോൾ ചേട്ടൻ മനസ്സിലാക്കണം, ഇവിടുത്തെ കുഞ്ഞു കുട്ടികൾക്ക് വരെ ഓരോന്ന് ജഡ്ജ് ചെയ്യാൻ ഉള്ള കഴിവ് ഈ തലമുറയ്ക്കുണ്ട്. എൻ്റെ തോളിൽ തട്ടി നേരിത മുണ്ടും ഷർട്ടും കൊടുത്തുള്ള ക്ലൈമാക്സ് കഴിഞ്ഞിട്ടാണ്, ക്ലൈമാക്സിന് 4 ക്യാമറ വെച്ചിട്ടാണ് അന്ന് ഷൂട്ട് ചെയ്തത്. 3-4 ക്യാമറ വെച്ചിട്ടാണ് ഷൂട്ട് ചെയ്തത്. അതെല്ലാം കഴിഞ്ഞ് പോകാനായിട്ട് പോകുമ്പോൾ വിനീതും നടന്മാരും നടികളും അവരെല്ലാം കണ്ട് മടങ്ങുമ്പോൾ തിലകൻ ചേട്ടൻ അവിടുന്ന് ദൂരെ നിന്നോട് കൈകാട്ടി വിളിച്ചു, നന്നായി ചിരിച്ചുകൊണ്ട്, നിന്നെ ഞാൻ ഒരിക്കലും മറക്കില്ലടാ. എനിക്ക് അവാർഡ് കിട്ടിയാലും അവാർഡ് കിട്ടിയില്ലെങ്കിലും എന്തോ നീ ഒരു വലിയ എഴുത്തുകാരനാവട്ടെ, കലാകാരനാവോ അല്ലെങ്കിൽ നടനാവോ എന്നൊന്നും എനിക്ക് പറയാൻ കഴിയില്ല. എങ്കിലും MT നിന്നെപ്പറ്റി പറഞ്ഞപ്പോൾ എനിക്കും നിന്നോടൊരു ബഹുമാനം തോന്നി. ഇത്ര ചെറുതിലെ ധാരാളം സൃഷ്ടികൾ ചെയ്തു എന്ന് പറയുമ്പോൾ അതൊരു വലിയ കാര്യമല്ലേ. പക്ഷേ എൻ്റെ മനസ്സിൽ നിന്നെ ഞാൻ എന്നും ഓർക്കും എന്ന് അദ്ദേഹം പറഞ്ഞു. പെരുന്തച്ചൻ എന്നുള്ളൊരു ചിത്രം എത്രയെത്ര ചിത്രങ്ങൾ, എത്രയെത്ര സംസ്ഥാന അവാർഡുകളും മറ്റും നേടിയിട്ടുള്ള ഒരു വലിയ കലാകാരൻ, രാജ്യം പത്മശ്രീ നൽകി ആദരിച്ച ഒരു വലിയ നടൻ. 1935 ജൂലൈ 15 പത്തനംതിട്ട അയിരൂരിൽ ജനനം. 1955 മുണ്ടക്കയം നാടക സമിതിക്ക് രൂപം കൊടുത്തു. 1966 വരെ KPAC, കാളിദാസ കലാകേന്ദ്രം എന്നിവയിൽ നിറസാന്നിധ്യം. 1971 പെരിയാർ സിനിമയിലൂടെ തുടക്കം. ധാരാളം സംസ്ഥാന അവാർഡുകൾ നേടി. അത് ജൂറി പരാമർശം ഉണ്ടായി. 1987 ഹൃദയഭേദം എന്ന ചിത്രത്തിലെ അഭിനയത്തിന് സഹനടനുള്ള ദേശീയ അവാർഡ് ലഭിച്ചു. 2009 പത്മശ്രീ നേടി. 2012 സെപ്റ്റംബർ 24 അദ്ദേഹം അന്തരിച്ചു. ഇന്നിത് പറയുമ്പോഴും കാലം എത്ര കഴിഞ്ഞിരിക്കുന്നു. ആ മഹാനടൻ്റെ അഭിനയം, സിനിമ എന്ന ഒരു മേഖല ഉള്ളിടത്തോളം കാലം എന്നും അദ്ദേഹത്തെ സ്മരിക്കപ്പെടും. അദ്ദേഹം ചിത്രങ്ങളിലൂടെ ഇന്നും നമ്മുടെ മനസ്സിൽ അദ്ദേഹത്തിൻ്റെ രൂപവും ഭാവവുമെല്ലാം നിറഞ്ഞു നിൽക്കുന്നു. അതാണ് സിനിമ എന്നുള്ള മായിക ലോകത്തിൻ്റെ ഒരു പ്രത്യേകത. കാലം എത്ര കഴിഞ്ഞാലും തൻ്റെ രൂപം, തൻ്റെ ഭാവം, തൻ്റെ പ്രകടനം എല്ലാം എത്രയോ പേർ എന്നും നിരന്തരം കാണുന്നു. ഇത്തരുണത്തിൽ ആ വലിയ നടനെക്കുറിച്ചിട്ടുള്ള ഓർമ്മകളും അദ്ദേഹവുമായിട്ടുള്ള ആ കൂടിക്കാഴ്ചയും ആ ചിത്രവുമെല്ലാം ഇന്നലത്തെ പോലെ മനസ്സിൽ തെളിഞ്ഞു നിൽക്കുന്നു. കാലം എത്രയോ കഴിഞ്ഞു എങ്കിലും ആ മഹാനടൻ്റെ ഓർമ്മകൾ ഇന്നും എന്നും മനസ്സിലുണ്ടാവും എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കട്ടെ. നിങ്ങൾ കാണുമല്ലോ, വിലയിരുത്തുമല്ലോ. നന്ദി, നമസ്കാരം.